അല്ല, അത് നിങ്ങളുടെ തന്നെ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളായിരുന്നില്ല. ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഈ അഴിമതിയാവട്ടെ, RSS ബന്ധമാവട്ടെ, ഞാൻ നിയമസഭയിൽ പറഞ്ഞതിൻ്റെ റെക്കോർഡുകളുണ്ട്. പക്ഷേ അത് ഭരണപക്ഷത്ത് നിന്ന് അൻവർ എൻഡോസ് ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. പക്ഷെ അത് കുറേ കൂടെ വ്യക്തമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിമർശനങ്ങൾ അൻവർ ഉന്നയിച്ചതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നമ്മൾ തന്നെയാണ് നേരത്തെ ഇതൊക്കെ പറഞ്ഞിരുന്നു വളരെ ശക്തമായിട്ട്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ലേ. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ലയിക്കുന്നുണ്ടോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. അതൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളോ ഞങ്ങൾ നടത്തുന്ന സമരങ്ങളോ ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെ ഒന്നും ബാധിക്കുന്നതല്ല. സത്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളെയാണെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ടതാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം അൻവർ നടത്തുകയാണെങ്കിൽ അത് അഭ്യൂഹം മാത്രമാണ് നിലവിൽ. പക്ഷേ CPM ഉൾപ്പെടെ അതൊരു വലിയൊരു പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. DMK എന്ന രീതിയിൽ ഒക്കെ പിന്തുണ വരുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആരെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട്. അത് CPM പ്രതിസന്ധിയിലാണ് എന്നതിന് ഉറപ്പാണല്ലോ. കാരണം അദ്ദേഹം ഭരണകക്ഷിയിലെ MLA ആണ്. CPMൻ്റെ പക്ഷത്ത് നിന്ന് ഇന്നലെ വരെ പിണറായി വിജയൻ എൻ്റെ പിതാവിന് തുല്യമാണ് എന്ന് പറയാൻ ശ്രമിച്ചിരുന്ന ആളാണ്. അപ്പോൾ അത് അദ്ദേഹം പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി നമ്മൾ കാണേണ്ട കാര്യമല്ലേ, ഇനി വന്നിട്ട് കാണേണ്ട കാര്യമല്ല. ഞാൻ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നോടത്താണ് പറയുന്നത്. ADGPയെ മാറ്റിക്കൊണ്ട് എന്താ കാര്യമുള്ളത്? ADGPയെ മാറ്റിയാൽ ആൾ വേറെ ADGPനെ കൊണ്ടുവരും. ഇപ്പോൾ ശിവശങ്കറിനെ മാറ്റിയിട്ടല്ലേ ശശിനെ കൊണ്ടുവന്ന്. ശശിനെ മാറ്റിയാൽ വേറൊരു ശശിനെ കൊണ്ടുവരും. അതുകൊണ്ട് യഥാർത്ഥ കള്ളൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതല്ലാതെ അതിൻ്റെ താഴെയുള്ള ആരുമല്ല. അതൊരു പരിഹാരമല്ല. അല്ല, അത് പാർട്ടി പറയേണ്ട കാര്യമാണ്. ക്ഷണിക്കാതിരിക്കാന്നോ ക്ഷണിക്കാനേ പാടില്ലാന്നോ ഒന്നും പറയാവുന്ന ഒന്നുമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് പക്ഷേ ഒരു വ്യക്തിപരമായി നമ്മൾ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അങ്ങനെയൊന്നും നമ്മൾ പറയുന്നത്. ഞങ്ങൾ ആ പാർട്ടി സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന നേതാക്കന്മാർ ഒന്ന് കൂടിയിരുന്ന് ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തിപരമായൊരു അഭിപ്രായത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. ഈ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നവും അൻവറിനെ മുസ്ലിം ലീഗിൽ എടുക്കുക എന്ന് പറയുന്നതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് ടി മുഹമ്മദ് ബഷീർ സാഹിബും പറഞ്ഞു, അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലേ, അതേ ഞങ്ങൾ നോക്കണുള്ളൂ. അതെ, മറ്റതൊക്കെ പാർട്ടിയുടെ ചില ഘടനാ രീതികളാണ്. അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അതൊന്നും പറയാവുന്ന കാര്യമല്ല. നമുക്ക് ലീഗ് അണികൾ എല്ലാ പ്രസംഗവും കേൾക്കും. പിണറായിൻ്റെ പ്രസംഗം വരെ കേൾക്കുന്ന ആൾക്കാരാണ് ലീഗുകാർ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ അല്ലല്ലോ പ്രസംഗം. അതുകൊണ്ടൊന്നും ലീഗിന് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കേൾക്കണമല്ലോ. ആരെയാണ് കേൾക്കാതിരിക്കേണ്ടത്? സഹൃദയത്വത്തിൻ്റെ കൂടി ഭാഗമല്ലേ അത്. നല്ലതാണത്. അതെ, ഭരണപക്ഷത്ത് നിന്ന് അൻവർ വേണ്ടി വന്നു. ഞങ്ങൾ നേരത്തെ പറയുന്നുണ്ട്. അല്ല, കാരണം അദ്ദേഹം ഭരണപക്ഷത്ത് നിന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്വീകാര്യത കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വേറെ ചില ആളുകൾക്ക് സ്വീകാര്യത കൊടുക്കാത്തത്? അവർ പറയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന് തന്നെ ഞാൻ നിന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, വലിയ പ്രാധാന്യം ഉണ്ടാവും. കാരണം ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ്. അതങ്ങനെ തന്നെയാണത്. അല്ല, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അത് അൻവർ പ്രൂവ് ചെയ്യണം. ആൾക്കൂട്ടം അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വെച്ചിട്ട് അത് നിസ്സാരമല്ല. സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ റേറ്റ് കൂടി വരുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു വിഷയം അതാണ്. എടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, ഇത് എല്ലാവരെയും ഗുരുതരമായി ബാധിക്കും. അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ക്ഷീണം CPMന് വരാൻ പാടില്ലാത്തതാണ്. ഈ നിഷ്പക്ഷമതികളായ ആളുകളുടെ ഒരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവരുടെയൊക്കെ നിലപാടുകൾ കൂടി വരുന്നൊരു കാലമാണ്. അത് തിരിച്ചറിയേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ്. സത്യത്തിൽ അതിലെന്താ അത്ര വലിയ അത്ഭുതമുള്ളത്? ഇന്നിപ്പോൾ ഞാനൊരു പരിപാടി ഏറ്റത് ക്യാൻസലായി പോയി. ചില പരിപാടികൾ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ ക്യാൻസൽ ചെയ്യും. അല്ല, പരിപാടികൾ ക്യാൻസൽ ചെയ്യും. അതിലൊന്നും ഒരു അതിശയമൊന്നുമില്ല. എനിക്കൊക്കെ എൻ്റെ ഒരു ഡയറി എടുത്ത് നോക്കിയാൽ മാസം 1-ാം തീയതി എഴുതുന്ന പരിപാടികൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പകുതി ഉണ്ടാവില്ല.
അതും ഇതും തമ്മിൽ വന്നില്ല. ഈ രാഷ്ട്രീയ നെക്സസ് എന്ന് പറയുന്നത് അതിഭീകരമായ സംഭവമാണെന്ന് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിസ്സാരമായ ഒരു പൊതുയോഗം അല്ല, ഒരു ഒഴിവാക്കലല്ലോ അതിൻ്റെ നെക്സസ്, അതതിനേക്കാൾ ഭീകരമാണ്. അതുകൊണ്ട് അതൊന്നും അതിൻ്റെ പ്രശ്നമല്ല. അല്ല, ഒരു പരിപാടി ക്യാൻസൽ ആവുന്നു എന്നത് പ്രാദേശിക ഘടകം സംഘടിപ്പിക്കുന്ന പരിപാടി പ്രാദേശിക ഘടകം ക്യാൻസൽ ചെയ്യാണ്. അത് എന്നെ സംബന്ധിച്ചൊരു സ്വാഭാവികമായ കാര്യമാണ്. അതിലെനിക്ക് അതിശയമില്ല. പിന്നെ ഇത് അൻവർ ഉയർത്തി, അൻവറിൻ്റെ നാടായി, നിലമ്പൂരായി എന്നൊക്കെ പറയുമ്പോണ്ടാവുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം, അതിന് ഒരു വാർത്താ പ്രാധാന്യം. ഞാൻ ഇന്നലെ അരീക്കോടായിരുന്നു. നിലമ്പൂരിൽ പരിപാടിയുടെ നിലമ്പൂർ പങ്കെടുക്കും. എന്താ സംശയമുള്ളത്? അതൊന്നും അത്ര വലിയ കാര്യമല്ല.